സ്വകാര്യ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് ഗൂഗിൾ മാപ്സ് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്നാൽ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവർക്കും ഗൂഗിൾ മാപ്സ് വളരെ അധികം ഉപയോഗപ്രദമാണ്. കാരണം നമുക്കറിയില്ലാത്ത ഒരു റൂട്ടിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഏത് നമ്പർ ബസ് കയറണം, അത് എത്ര മണിക്കാണ്, അത് എവിടെ നിന്നാണ് കയറേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഗൂഗിൾ മാപ്സ് വഴി അറിയാൻ സാധിക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതുവരെ ഇങ്ങനൊരു ഫീച്ചേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. അതിനൊരു ഉദാഹരണമാണ്, ഞാനിപ്പോൾ കോട്ടയത്തെ 2 സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിനകത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും തന്നെ അതിനകത്ത് കാണാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ ഗൂഗിൾ മാപ്സ് തിരുവനന്തപുരത്ത് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് സിറ്റി സർക്കിളിൽ ഓടുന്ന ബസ്സുകളുടെ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ 2 സ്ഥലങ്ങളിലാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് റിക്കമെൻഡഡ് റൂട്ട്, മോർ ബൈ ബസ്സസ്, അതിൻ്റെ ടൈം, ആ ബസ്സിൻ്റെ നമ്പർ, ബോർഡിൻ്റെ കളർ, ഇതെല്ലാം നമുക്ക് അതിനകത്ത് അറിയാൻ കഴിയും. ഇപ്പോൾ 2C ക്ലോക്ക് വൈസ് 101B ഈസ്റ്റ് പോട്ട് നോർത്ത് ബസ് സ്റ്റാൻഡ്, അങ്ങനെ ബസ്സിൻ്റെ നമ്പർ, അത് എവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ കയറണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്സിൽ തിരുവനന്തപുരത്തും കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തിരുവനന്തപുരം സിറ്റി സർക്കിളിൽ ഓടുന്ന ബസ്സുകൾ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘദൂര സർവീസായ സ്വിഫ്റ്റ് ബസ്സുകളും ഉടൻ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അധികം താമസിയാതെ തന്നെ കേരളം മൊത്തത്തിൽ നമുക്ക് ഈ ഗൂഗിൾ മാപ്സിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് റൂട്ട് അറിയത്തില്ലാത്തവർക്കും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വരും അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.